ശ്രീ വി ആർ അനൂപ്, ഇത് സംഘപരിവാർ ഇഡിയിലൂടെ നടപ്പിലാക്കാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ്. കേരളത്തിലെ തലമുതിർന്ന രാഷ്ട്രീയ പാർട്ടികളെ, നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ്. ആദ്യത്തെ ഇര വീണ ടിയിലൂടെ പിണറായി വിജയൻ എന്നതാണ് എങ്കിൽ നാളെ ഈ ചുരുക്കെഴുത്ത് പേരുകളിലേക്കൊക്കെ തേടിയെത്തുമെങ്കിൽ കോൺഗ്രസിനും അതിൽ ബുദ്ധിമുട്ടുണ്ടാകും എന്നതാണെങ്കിൽ നിങ്ങൾ ഇതിലെ നിഷ്കളങ്കത കാണുമോ? അല്ല, ഇഡിക്ക് പിന്നിൽ രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ടെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുള്ളതെന്നേ. ഞാൻ ഈ ചർച്ചയുടെ തുടക്കം മുതലേ സ്വീകരിച്ച നിലപാടെന്താ? ഇഡി ഒരു വിശുദ്ധ പശുവായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നില്ല. അതൊരു തർക്ക വിഷയമേ അല്ല. അതിനകത്തൊന്നും ഒരു വിയോജിപ്പില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രി DK ശിവകുമാർ ഉണ്ടായിരുന്നു. അന്വേഷണ ഏജൻസികൾ, രാജ്യത്തെ ദേശീയ അന്വേഷണ ഏജൻസികൾ ഏറ്റവും കൂടുതൽ വേട്ടയാടിയ മനുഷ്യനല്ലേ അദ്ദേഹം. നേരെ പ്രലോഭനങ്ങളുണ്ടായി, പ്രകോപനങ്ങളുണ്ടായി. അദ്ദേഹം അതിനെ രാഷ്ട്രീയമായി നേരിട്ടു. ഇവിടെ P. ചിദംബരത്തെക്കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കാലത്ത് നടപ്പിലാക്കിയ നിയമനിർമ്മാണങ്ങളെക്കുറിച്ചൊക്കെ സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ അമിത്ഷാ ചിദംബരത്തിനെതിരെ നടപടിയെടുക്കാൻ എന്താ കാരണം? അമിത്ഷായെ പോലെ ഒരാളെ ജയിലിൽ അടച്ചതിൻ്റെ വ്യക്തിവൈരാഗ്യം മൂലം ചിദംബരം വേട്ടയാടപ്പെടുന്നു. പക്ഷേ ചിദംബരത്തെ പോലെ, DK ശിവകുമാറിനെ പോലെ, അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവിനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കളുമായൊക്കെ വീണയെ സമീകരിക്കുന്നതൊക്കെ വലിയ തമാശയാണെന്നേ. ഇവിടെ വീണയ്ക്ക് അവകാശങ്ങൾ നിയമപരമായി ഏതൊരു പൗരനുമുള്ള അവകാശങ്ങൾ വീണയ്ക്കുണ്ട്. അവർക്ക് കോടതിയിൽ പോകാം. അതിനർത്ഥം ഈ വീണ CPM പോലും അവകാശപ്പെടാത്തൊരു കാര്യമാണ്. വീണയുടെ കേസ് രാഷ്ട്രീയമായി നേരിടേണ്ടതില്ല, അവർ നിയമപരമായി നേരിടാമെന്ന് പറഞ്ഞാൽ ഈ വീണയെ സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിൻ്റെ വലിയൊരു ഐക്കണാക്കി മാറ്റുന്നതിനകത്ത് വലിയ പരിഹാസ്യതയുണ്ടെന്നേ. വീണനെ ഇങ്ങനെ വിക്ടിമൈസ് ചെയ്യുന്നതിനകത്തും വലിയ പ്രശ്നമുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം വളരെ പ്രസക്തമല്ല. ഈ പറയുന്ന ഇഡിയുടെ നിയമവിരുദ്ധമായ സ്വഭാവം, അതിൻ്റെ ഇടപെടൽ, ഈ അധികാരബാഹ്യമായ ഇടപെടലുകൾ കോടതിയിൽ ചോദ്യം ചെയ്യണം. അതിന് പകരം ഇത് ബിനീഷ് കൊടിയേരിയുടെ കാര്യത്തിൽ ഇതേ തത്വം പ്രായോഗികമല്ലേ? ബിനീഷ് കൊടിയേരിക്കെതിരെ ഇവിടെ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? ഇവിടെ വളരെ കൃത്യമാണ്. ഇവിടെ വീണയാകട്ടെ ഇഡിയെ വിശുദ്ധവൽക്കരിക്കാനൊന്നും ആരും മുതിരുന്നില്ല. പക്ഷേ ഏറ്റവും സാമാന്യമായ ലോജിക്കിൻ്റെ തലത്തിൽ പോലും മറുപടി പറയേണ്ട ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ വീണയ്ക്ക് ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിനകത്ത് ഇഡിക്ക് അധികാരമുണ്ടോ? ഇഡിക്ക് അധികാരമില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യട്ടെ. ഇപ്പോൾ CPM സഹയാത്രികനായ സുഹൃത്ത് പറഞ്ഞത് എന്താ? ഈ പറയുന്ന ഡയറിക്കകത്ത് പല രാഷ്ട്രീയ നേതാക്കളുടെയും പേരുകളുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാർ, രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന മേടിക്കുക എന്ന് പറയുന്നത് പുതിയ കാര്യമാണോ? വീണ വിജയൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ? വീണ വിജയൻ എന്ന് പറയുന്നത് ഒരു സന്നദ്ധ സംഘടനയാണോ? വീണ വിജയൻ എന്ത് കപ്പാസിറ്റിയിലാണ് ആ പൈസ മേടിച്ചത് എന്നുള്ളിടത്ത് മാത്രം പരിഹരിക്കാവുന്ന അത്ര ലളിതമായൊരു ചോദ്യമാണെന്നേ. വീണ വിജയൻ എന്തിൻ്റെ പേരിൽ ഈ പൈസ വാങ്ങി? അത് അവർക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല. രണ്ടാമത്തെ കാര്യം, അത് പോകട്ടെ. ഈ കേസിനകത്ത് ഇഡി ഇടപെടുന്നത് അമിതാധികാര പ്രവണത ആണെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടണം. ആർക്കാ സംശയമുള്ളത്? അതിന് പകരം CPM ഇതിന് രാഷ്ട്രീയവൽക്കരിക്കാൻ നടത്തുന്ന ശ്രമമാണ്. CPMൻ്റെ ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ പ്രൊജക്റ്റിൻ്റെ ഇരയാണ് വീണ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ യഥാർത്ഥ ഇരകളോടുള്ള അവഹേളനമാണ്. ഇവിടെ വീണയെ സംബന്ധിച്ച് CPM രാഷ്ട്രീയ വിശദീകരണം യോഗം നടത്തുന്നതിന് പകരം അവർ വിശദീകരിച്ചാൽ തീർന്ന ലളിതമായ പ്രശ്നമല്ലേ? ഇവിടെ ഇപ്പോൾ മുഹമ്മദ് റിയാസിനെ നേരത്തെ ശ്രീകുമാർ ചേട്ടൻ വളരെ വ്യക്തമായി ഇത് പറഞ്ഞു. മുഹമ്മദ് റിയാസിനെ ആരാ വിമർശിക്കുന്നത്? ഈ കേസിനകത്ത് മുഹമ്മദ് റിയാസിനെ വീണയുടെ പങ്കാളി എന്നുള്ള നിലയ്ക്ക് ചോദ്യം ചെയ്താൽ സ്വാഭാവികമല്ലേ? ഇപ്പോൾ പിണറായി വിജയൻ്റെ മകളാണ് വീണ. അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ ഇത് പോയി എന്നതിനെ പിണറായി വിജയനിലേക്ക് കണക്ട് ചെയ്യുന്നതാരാ? ഇവിടെ ബിനീഷ് കൊടിയേരിക്ക് ഒരു നീതിയും, ബിനീഷ് കൊടിയേരിയുടെ കാര്യത്തിൽ പിണറായി വിജയൻ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമല്ലേ? ബിനീഷ് കൊടിയേരിക്ക് എന്താ ഭരണകൂടത്തിൻ്റെ ഇരയായിക്കൂടെ? ഇവിടെ വീണയെ മാത്രം ഇരയായി ചിത്രീകരിക്കുക. അവിടെ ഒരു CPM കാലാകാലം ചെയ്യുന്നത് എന്താ? CPMൻ്റെ ഈ പറയുന്ന നൈതികവും അല്ലെങ്കിൽ ആദർശപരവുമായ പ്രതിസന്ധികളെ, അവരുടെ സംഘടനാപരവും വ്യക്തിപരമായ വീഴ്ചകളൊക്കെ CPM കാലാകാലങ്ങളായിട്ട് കേരളത്തിനകത്ത് പരിഹരിക്കാൻ ശ്രമിക്കുന്ന എന്താ? സംഘപരിവാറിനെ പ്രതിരോധിക്കുന്നത് ഞങ്ങളാണ്. അപ്പോൾ സംഘപരിവാറിനെ പ്രതിരോധിക്കുന്നത് ഞങ്ങളാകുമ്പോൾ സംഘപരിവാർ ഞങ്ങളെ തകർക്കാൻ വരികയാണ്. ഇത് കുറേ കാലമായി ഓടിയ ഒരു ലോജിക്കാണെന്നേ. ആ ലോജിക്കൊന്നും വെച്ച് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വീണയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിടത്ത് തന്നെ നിൽക്കുകയാണ്. ഇഡിയെ ഒരു വിശുദ്ധ പശുവായി കോൺഗ്രസ് കാണുന്നില്ല. ഇഡിയെ ന്യായീകരിക്കേണ്ട ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല. പക്ഷെ വീണ അത് നിയമപരമായി നേരിടണം. അതിന് പകരം കേരളത്തിൽ വീണയെ കമ്പനി കേസ് കമ്പനി നടത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കുന്നത്. മറ്റു നേതാക്കളിലേക്ക് PM മുഹമ്മദ് റിയാസിലേക്കും അതുപോലെ നിതിനിലേക്കും ഒക്കെ പോകുന്ന സമയത്ത് അതിനെ നേരിടും എന്നതുകൂടിയാണ് വ്യക്തമാക്കുക. നിഖിലിലേക്കും ഒക്കെ പോകുന്ന സമയത്ത് നേരിടും എന്നതുകൂടിയാണ് വ്യക്തമാക്കുന്നത്.
ഡിബേറ്റ് വിത്ത് മാധു സജി